കുട്ടികളിലെ വായന മരിച്ചുവെന്ന് വിലപിക്കുന്നവർ തൃശൂരിലെ ഈ അക്ഷര വിപ്ലവം അറിയാതെ പോകരുത്. പുസ്തകപ്പുര എന്ന പേരിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ ഡോക്ടർ NR ഗ്രാമപ്രകാശിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുസ്തകപ്പുര പദ്ധതി വായന മരിച്ചു എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ്. പുസ്തകപ്പുരയുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾ തയ്യാറാക്കിയ ആസ്വാദന കുറിപ്പുകൾ ചേർത്തുള്ള വായനാ ലഹരി ഈ മാസം 27-ന് പ്രകാശനം ചെയ്യും. 2018 പ്രളയം തകർത്ത വായനശാലകൾക്ക് വേണ്ടി ആരംഭിച്ച പുസ്തകക്കൂട പദ്ധതിയുടെ തുടർച്ചയാണ് പുസ്തകപ്പുര പദ്ധതി എന്നു പറയാം. പുസ്തകക്കൂട പദ്ധതിയിൽ വിതരണം ചെയ്തതിനു ശേഷം ബാക്കിയായ പുസ്തകങ്ങൾ എന്തു ചെയ്യണം എന്ന ആലോചനയിലാണ് പുസ്തകപ്പുര പദ്ധതി എന്ന ആശയം ഉദിച്ചത്. ബാക്കി വന്ന പുസ്തകങ്ങൾ വായനാശീലമുള്ള കുട്ടികൾക്ക് നൽകാം എന്ന ചിന്തയിൽ നിന്നാണ് തുടക്കം. 50 പുസ്തകം വീതം 10 പേർക്ക് എന്നതായിരുന്നു ആദ്യ തീരുമാനം. പദ്ധതി അറിഞ്ഞെത്തിയതാവട്ടെ 30 പേരും. എണ്ണം കൂടിയപ്പോൾ ഒരു സെലക്ഷൻ പ്രോസസ് നടത്തിയാണ് പുസ്തകപ്പുരയിലേക്കുള്ള കുട്ടികളെ കണ്ടെത്തിയത്. വീട്ടിൽ ഒരു കൊച്ചു വായനശാല എന്നതാണ് പദ്ധതിയുടെ സങ്കല്പമെന്ന് പുസ്തകപ്പുര ചെയർമാൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ് പറയുന്നു. അങ്ങനെ നമ്മൾ കുറേ പുസ്തകങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ എൻ്റെ വിദ്യാർത്ഥികളായിട്ടും സുഹൃത്തുക്കളായിട്ടുമൊക്കെയുള്ള കുറേ ആളുകൾ നമ്മളെ പലതരത്തിൽ സഹായിച്ചു. സാമ്പത്തികമായിട്ട് സഹായിച്ചു, പുസ്തകങ്ങൾ തന്ന് സഹായിച്ചു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഓരോ വർഷവും നമ്മൾ ഇത് അനൗൺസ് ചെയ്യും. കുട്ടികൾ വരും, നമ്മൾ ഇൻ്റർവ്യൂ നടത്തും, പുസ്തകം കൊടുക്കും. അങ്ങനെയാണ് ഈ പുസ്തകപ്പുര എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തുടങ്ങിയതിന് ശേഷം നമ്മൾ അതിനെ കുട്ടികളുടെ കൊച്ചു വായനശാല, അങ്ങനെയാണ് നമ്മളതിന് കൊടുക്കുന്നത്. കൊച്ചു വായനശാല, വീട്ടിലൊരു കൊച്ചു വായനശാല എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. പുസ്തകപ്പുര പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് നൽകുന്ന പുസ്തകങ്ങൾ തിരിച്ചു വാങ്ങില്ല. എന്നാൽ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് കുറിപ്പെഴുതണം. വായനയ്ക്ക് ശേഷം പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് വായിക്കാൻ എത്തിച്ചു നൽകണം. അതിന് പ്രത്യേകം രജിസ്റ്ററും സൂക്ഷിക്കണം. ജില്ലയിലെ 258ഓളം വീടുകൾ ഇത്തരത്തിൽ കൊച്ചു വായനശാലകളായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. സൗജന്യമായി 10 പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് ആദ്യം നൽകുക. അവ വായിച്ച് കുറിപ്പ് തയ്യാറാക്കിയാൽ ബാക്കി പുസ്തകങ്ങൾ നൽകും. കുട്ടികൾ പുസ്തകം വായിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും. കുട്ടികൾക്കിടയിൽ വായനാശീലമില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നും വായിക്കാൻ പ്രേരിപ്പിക്കുകയും അതിനു സാഹചര്യമൊരുക്കുകയും ചെയ്താൽ കുട്ടികൾ നന്നായി വായിക്കുന്നുണ്ടെന്നും ഡോക്ടർ NR ഗ്രാമപ്രകാശ് പറയുന്നു. അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടായാൽ പുസ്തകം വീട്ടിൽ വായിക്കാൻ കിട്ടുകയാണെങ്കിൽ അവർ പുസ്തകം വായിക്കുന്നുണ്ട്. കാരണം വായന ഒരിക്കലും മരിക്കുന്നില്ല. നമ്മൾ പറയും കുട്ടികളുടെ ഇടയിൽ വായനാശീലമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്. അവർക്ക് മോട്ടിവേഷൻ ഇല്ല. ബദലായിട്ടൊരു വായനാ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുകയാണ്. വായന ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം പോലെയായിട്ടാണ് നമ്മൾ നടത്തുന്നത്. കുട്ടികൾ എഴുതിയ കുറിപ്പുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 43 കുറിപ്പുകൾ ചേർത്ത് വായനാ ലഹരി എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയിരിക്കുകയാണ്. അതിന്റെ പ്രകാശനം 27-ന് സാഹിത്യ അക്കാദമിയിൽ വെച്ച് പ്രശസ്ത നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ നിർവഹിക്കും. കുട്ടികളുടെ കുറിപ്പുകൾ സമാഹരിച്ചത് ഡോക്ടർ ബീന KR ആണ്. പദ്ധതി മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ പുസ്തകപ്പുര പ്രവർത്തകർ തയ്യാറാണ്. അടുത്ത വർഷം പാലക്കാട് ജില്ലയിൽ പദ്ധതി ആരംഭിക്കണമെന്നാണ് ഇവരുടെ ലക്ഷ്യം. കൈരളി ന്യൂസ്, തൃശൂർ.